2025 ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് ശേഷവും ഏറ്റവും അധികം അലയടിക്കുന്ന ഒന്നാണ് ഹസ്തദാന വിവാദം. മത്സരത്തിന് ശേഷമോ മത്സരത്തിന് മുൻപോ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ ഇന്ത്യൻ താരങ്ങൾ തയ്യാറായിട്ടില്ല. ഇതുമൂലമാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഈ വിവാദത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നോക്കാം. സമീപകാലത്ത് വലിയ ചർച്ചയായ ഒന്നായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണം. പാകിസ്ഥാന്റെ പിന്തുണയാൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 26 ഇന്ത്യൻ വിനോദയാത്രക്കാരാണ് മരണപ്പെട്ടത്. ഇതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ പോരാട്ടങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിരുന്നു. ഇതിനുശേഷം ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾ മൈതാനത്ത് ഏറ്റുമുട്ടുന്നത്. മത്സരത്തിലേക്ക് കടന്നു വന്നാൽ പാകിസ്ഥാൻ താരങ്ങളുമായി യാതൊരു കോണ്ടാക്റ്റും വയ്ക്കാൻ തങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി. ടോസ് സമയത്ത് പാകിസ്ഥാൻ നായകനായ സൽമാൻ അലി ആഗയ്ക്ക് ഹസ്തദാനം നൽകാൻ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല. ഇതോടെ വിവാദങ്ങൾ ആരംഭിച്ചു. പിന്നീട് മത്സരത്തിൽ അനായാസം പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. മത്സരത്തിന് ശേഷവും ഇന്ത്യ പാകിസ്ഥാന് ഹസ്തദാനം നൽകാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് സിക്സർ സ്വന്തമാക്കിയാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. ഇതിനുശേഷം സൂര്യകുമാർ യാദവ് ശിവം ദുബൈയുമായി നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യക്ക് ഹസ്തദാനം നൽകാൻ ശ്രമിച്ചെങ്കിലും സൂര്യകുമാർ ഇത് നിഷേധിച്ചു. ഇതേ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്ന സമയത്ത് സൂര്യകുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പഹൽഗാമിൽ തീവ്രവാദികളാൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിനൊപ്പമാണ്. അവർക്കായി പൂർണ്ണമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. സൂര്യകുമാറിന്റെ ഈ മറുപടിയും പാകിസ്ഥാനെ ചൊടിപ്പിച്ചു. ഇത്തരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് തയ്യാറാകാതെ വന്നതോടെ പാകിസ്ഥാൻ നായകൻ സൽമാൻ ആഗ മത്സരത്തിന് ശേഷം നടന്ന പ്രസന്റേഷൻ സെറമണി ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റം ചൂണ്ടിക്കാട്ടി ICCക്ക് മുൻപിലേക്ക് പരാതികൾ നിരത്താനും പാകിസ്ഥാൻ ടീം തയ്യാറായി. പക്ഷേ ഇതൊന്നും ഇന്ത്യയെ ഇതുവരെയും ബാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇനിയും ടൂർണമെന്റിൽ പാകിസ്ഥാനെ ഇന്ത്യ നേരിടേണ്ട അവസ്ഥകളുണ്ടാവും. പക്ഷേ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോവുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം.